നമസ്കാരം. കുമാരകോവിൽ ക്ഷേത്രം നിങ്ങളിതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഇതാ അറിഞ്ഞോളൂ. കുമാരൻ കോയിൽ എന്നറിയപ്പെടുന്ന ഈ പുരാതന മുരുകക്ഷേത്രം പത്മനാഭപുരത്ത് സ്ഥിതി ചെയ്യുന്നു. പഴയ മഹാരാജാവിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് വേളിക്കുന്നുകളുടെ ചെരുവിലാണ്. മൈലുകളോളം ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു ആഡംബര സ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുരുകൻ വള്ളിയെ വിവാഹം കഴിച്ചത് ഇവിടെ വെച്ചാണെന്നും അതിനാൽ വേളിമല, മനമല അല്ലെങ്കിൽ കല്യാണമല എന്നീ പേരുകളിൽ ലഭിച്ചതായും ഐതിഹ്യമുണ്ട്. ഇവിടെ ആരാധിക്കപ്പെടുന്ന പ്രധാന ദേവതകൾ സുബ്രഹ്മണ്യനും വള്ളിയുമാണ്. മികച്ച കലാസൃഷ്ടിയുള്ള സുബ്രഹ്മണ്യരുടെ 10 അടി ഉയരമുള്ള ഒരു ഗംഭീര പ്രതിമ കോവിലിനെ അലങ്കരിക്കുന്നു. ഇവിടുത്തെ മുരുകൻ്റെ ഉത്സവ പ്രതിമ മണവാളകുമാരനാണ്. ഈ വിഗ്രഹം എല്ലാ വർഷവും നവരാത്രി സമയത്ത് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും സരസ്വതി, ഭഗവതി എന്നിവരോടൊപ്പം തിരുവനന്തപുരത്തേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോരുന്നു. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവത്തിൽ പങ്കെടുക്കാൻ മണവാളകുമാരനും ഘോഷയാത്രയായി കൊണ്ടുവരുന്നു. കന്യാകുമാരി ജില്ലയിലെ മറ്റു മിക്ക ക്ഷേത്രങ്ങളിലും പോലെ ഈ ക്ഷേത്രത്തിലും കേരളതന്ത്രം ഒരു ആരാധനാ ക്രമമാണ്. വെള്ളിയാഴ്ചകൾ, പ്രത്യേകിച്ച് എല്ലാ തമിഴ് മാസത്തിലെയും അവസാന വെള്ളിയാഴ്ചകളിൽ ഇവിടെ വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു. വെള്ളിയാഴ്ച പ്രസാദമായി ഇവിടെ വിതരണം ചെയ്യുന്ന കഞ്ഞിക്ക് അത്ഭുതകരമായ രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. മുരുകൻ്റെയും വള്ളിയുടെയും വിവാഹം പാങ്കുനി മാസത്തിൽ വളരെ ഭംഗിയോടെ ആഘോഷിക്കപ്പെടുന്നു. ദിവ്യ വിവാഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ തിരുക്കല്യാണം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇതിൽ പങ്കെടുക്കുന്നു. 7 ദിവസത്തെ ഉത്സവം പൈങ്കുണി മാസത്തിലെ ആരാധന നക്ഷത്രത്തിലാണ് ആരംഭിക്കുന്നത്. ഇവിടെ ആവണി മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് പുഷ്പാഭിഷേകം ആഘോഷിക്കുന്നത്. അന്ന് കുമാരൻ്റെ വിഗ്രഹം പൂർണ്ണമായും നിറഞ്ഞു നിൽക്കും. തീർത്ഥാടകർ സംഭാവന ചെയ്യുന്ന 100 കണക്കിന് കൊട്ടപ്പൂക്കൾ കൊണ്ട് അത് മൂടപ്പെടുന്നു. കുമാരകോവിൽ ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ അതേ മലയോര പാതയിൽ രാംജി ആശ്രമം കാണുകയും ചെയ്യാവുന്നതാണ്. എവിടെ കുന്നുണ്ടോ അവിടെ മുരുകൻ്റെ വാസസ്ഥലവുമുണ്ട് എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ വിശ്വസിച്ചു വരുന്നത്. കന്യാകുമാരി ജില്ലയിലെ തക്കലയിൽ നിന്നും 2 കിലോമീറ്റർ നീങ്ങിയാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ 40 കുത്തനെയുള്ള പടികൾ കയറിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. മുരുകൻ തൻ്റെ ഭാര്യയോടൊപ്പം ഭക്തരെ ഇവിടെ അനുഗ്രഹിക്കുന്നു. കിഴക്കോട്ട് ദർശനമായി അദ്ദേഹം ശുചീന്ദ്രത്തിലെ സ്ഥാണുമലയനെ, അതായത് ശിവസ്വാമിയെ അഭിമുഖീകരിച്ചാണ് ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. മുരുകൻ്റെ വിഗ്രഹം 8 അടി 8 ഇഞ്ച് ഉയരമുള്ള ഒരു ഏകശിലാ ശില്പമാണ്. അതിൻ്റെ നീണ്ട ചെവികൾ ബുദ്ധമത കാലഘട്ടത്തിലേതാണെന്ന് സൂചിപ്പിക്കുന്നു. ശ്രീകോവിലിനെ അലങ്കരിക്കുന്ന വള്ളിദേവിക്ക് 6.5 അടി ഉയരമുണ്ട്. കുന്നിൻ മുകളിലുള്ള നന്ദിപാദവും മുരുകൻ പാദവും നന്ദിയുടെയും മുരുകൻ്റെയും മുദ്രകളാണെന്ന് വിശ്വസിക്കുന്നു. വള്ളിയുമായുള്ള വിവാഹത്തിന് സഹായിച്ച സഹോദരൻ വിനായകൻ അകത്തെ പ്രദക്ഷിണപാതയുടെ പ്രവേശന കവാടത്തിന് വലതുഭാഗത്താണ് ഇരിക്കുന്നത്. പടിഞ്ഞാറൻ പ്രദക്ഷിണപാതയിൽ കാശിലിംഗത്തെയും തെക്കൻ പ്രദക്ഷിണപാതയിൽ മഹാദേവൻ, ശിവകാമി, ചണ്ഡികേശ്വർ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട്. മുരുകൻ്റെ മാതൃപിതാവായ ദക്ഷന് ഒരു പ്രതിഷ്ഠയുണ്ട് എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു വലിയ പ്രത്യേകത.